ഹായ്, നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ ബ്ലോഗ്. ഞാൻ ദീപ. എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനപരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരുടെ വീട്ടിലും ഇതേ ടൈപ്പ് ഭരണി കാണുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് പുളിയിട്ട് ഉപ്പിലിട്ട് പിന്നെ ഉപ്പിട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ വച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെയിലി യൂസേജ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അടപ്പ് താഴെ വീണ് പൊട്ടാറുണ്ട്. ഉദാഹരണത്തിന് ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ രണ്ട് സൈഡ് ഇത് കയ്യിൽ നിന്ന് തറയിൽ വീണു, രണ്ടായിട്ട് പൊട്ടിയില്ല. പക്ഷെ ഇതാ ഈ രണ്ട് സൈഡ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ അടപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ഒരു കൊച്ചു വീഡിയോ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ മോൾഡിറ്റാണ്. ഇതിനകത്ത് രണ്ട് പാക്കറ്റ് കാണും. ഒന്ന് റെസിൻസും മറ്റൊന്ന് ഹാർഡനറുമാണ്. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഹാർഡനറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ബ്ലൂ കളറിലുള്ളത് ഹാർഡനറും പിന്നെ റെഡിലുള്ളത് റെസിൻ ബേസും കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ പാർട്ടായിട്ട് എടുത്താണ് നമുക്കിപ്പോൾ കുഴയ്ക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് പൊട്ടിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തി മാവിൻ്റെ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തെല്ലാം എനിക്ക് കുറ്റങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോളാക്കുകയും ബോളാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് പൗഡർ തട്ടിയതിന് ശേഷം ഞാൻ ബോളാക്കി വെച്ചേക്കുന്ന ആ ക്ലേയെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് ചപ്പാത്തിക്ക് പരത്തും പോലെ ഒന്ന് പരത്താം. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, പരത്തിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഷേപ്പിനായിട്ട് ഞാൻ ഐസ്ക്രീമിൻ്റെ ഒരു ബോളാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചാണ് ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. കാരണം ഭരണിയുടെ അടപ്പ് എത്രത്തോളം വേണമെന്ന് ഞാൻ ഭരണിയിൽ വെച്ച് അളന്നെടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇത് ഞാൻ പരത്തിയതിന് ശേഷം ഞാൻ കൈ കൊണ്ടെടുത്തത് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. അതായത് നല്ല സർക്കിളായിട്ടിരുന്നത് ഒരു വശം കൊണ്ട് ഷേപ്പ്ലെസ് ആയിട്ട് മാറിപ്പോയി. അപ്പം ഞാൻ വീണ്ടും ഒരു റോൾ എടുത്ത് ഞാൻ വീണ്ടും അതുപോലെ ഉണ്ടാക്കുകയാണ്. കാരണം ഒന്ന് ശരിയായില്ലെങ്കിൽ നമുക്ക് പകരത്തിന് വേറൊന്നും കൂടെ വയ്ക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ആ ഐസ്ക്രീമിൻ്റെ ടിന്നെടുത്ത് മുകളിൽ വെച്ച് ഷേപ്പ് എടുക്കുകയാണ്. അടുത്ത പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ അതിനെ ഒന്ന് എടുക്കാതെ വെച്ചേക്കായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചട്ടുകം കൊണ്ടും കത്തി കൊണ്ടും ഷാർപ്പ് തിങ്സ് കൊണ്ടൊക്കെ കുത്തിയൊക്കെയാണ് ഞാനിത് ഡ്രൈ ആയപ്പോൾ എടുത്തത്. ഇനി ഒന്നിലേക്ക് ഞാൻ ഒരു നോബും, നമുക്ക് സാധാരണ പാത്രങ്ങളിൽ വെക്കാൻ കിട്ടുന്ന ഒരു ബ്ലാക്ക് നോബ് ഉണ്ടല്ലോ, അതും മറ്റൊന്നിൽ ക്ലേ കൊണ്ടുള്ള ഒരു ബോളുമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നോബ് വയ്ക്കാനായിട്ട് ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈ ആയതിനു ശേഷം ആ ഹോളിൽ കൂടെ നമുക്ക് ആ നോബൊന്ന് വച്ചു കൊടുക്കാം. ഇനി അടുത്ത അടപ്പിൽ ക്ലേ ബോളാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലേ ബോൾ ഇതുപോലെ ഉരുട്ടി അതിൽ വെച്ചതിന് ശേഷം ഒരു കുറച്ച് ക്ലേ വീണ്ടും എടുത്തതിന് ശേഷം റോളാക്കിയിട്ട് ഞാൻ അതിനെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് ഒട്ടിയില്ല. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കൈ കൊണ്ടുള്ള ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ കുറച്ച് അടയാളമൊക്കെ വന്നു. പിന്നെ ഞാൻ എന്താണെന്നറിയോ, ഒരു സ്ക്രൂ ഡ്രൈവ് എടുത്ത് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഗോൾഡൻ കളറും പിന്നെ ഒരു 3 തുള്ളിയോ 4 തുള്ളിയോ ഗ്രീനിൻ്റെ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കളർ അടിക്കാനായിട്ട് എടുത്തത്. ഇത് ഡ്രൈ ആയിരുന്ന സമയത്ത് ഞാൻ ഭരണിയിൽ വച്ച് നോക്കിയപ്പോൾ ഒന്ന് നല്ല വിടവുണ്ടായിരുന്നു. അതായത് പാറ്റക്കുഞ്ഞുങ്ങളോ പല്ലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഇറങ്ങാനുള്ള ഒരു സ്പേസ് അതിന് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെന്ന്, ഒന്ന് കറക്റ്റ് പാകമായിരുന്നു. അതുകൊണ്ട് ഒന്ന് എനിക്ക് ഉപയോഗം ശൂന്യമാണെങ്കിൽ എനിക്ക് മറ്റൊന്ന് ഉപയോഗത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് ഇതുപോലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് തരുന്നത്. ഇനി പാകമല്ല എന്ന് പറഞ്ഞ അടപ്പുണ്ടല്ലോ, അതിനെ ഞാൻ കളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു കവർ കൊണ്ട് ആ അടപ്പിനെ കവർ ചെയ്തതിന് ശേഷം ഭരണിയിൽ മൂടി വെച്ച വിടവ് മാറിക്കിട്ടും. ഇനി അടുത്ത പരീക്ഷണാർത്ഥം പോലെ ഞാൻ അടുത്ത ഐഡിയ ഉപയോഗിച്ചതെന്നറിയാമോ, ക്യൂടെക്സിൻ്റെ പോളിഷർ ഉണ്ടല്ലോ, അത് വെച്ച് ഞാനൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതുപോലെ ഒന്നൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് വലിയ ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഭരണിയിൽ അടച്ചു നോക്കാം. അപ്പം ഞാൻ 2 അടപ്പ് കൊണ്ട് ഞാൻ അടച്ചു നോക്കുകയാണ്. ഇതിൽ ഏതാണ് ഭരണിക്ക് ഫിറ്റ് ആവാതെ കുറച്ച് ലൂസ്, അതായത് വിടവുള്ളതെന്ന് പറയാമോ? അത് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ബായ്.